ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുമോ? ഒരു അപകടം, ഒരു ഭയം, ഒരു പുതിയ തുടക്കം. ഇതാണ് സിൽവിയുടെ ഇനിയുള്ള കഥ. ജിമ്മിയുടെയും. നാമ്പെടുക്കുന്ന പ്രണയം 27-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ജിമ്മിയെ കണ്ടതും സിൽവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അയ്യേ, ഇത്രയും പറ്റിയതിനാണോ ഈ കിടന്ന് കരയുന്നത്? മോശം മോശം. അങ്ങനെയാണെങ്കിൽ അന്ന് എൻ്റെ കാലൊടിഞ്ഞു കിടന്നപ്പോൾ ഞാൻ കരഞ്ഞു കണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളോളം തൻ്റെളം ഞങ്ങൾക്ക് കാണുമോ? അതുകൊണ്ടായിരിക്കും. എനിക്ക് ഏതായാലും ഈ വേദന സഹിച്ചു കിടക്കുമ്പോൾ അറിയാതെ കരച്ചിൽ വരും. സാരമില്ലടോ, 2 ദിവസം കഴിയുമ്പോഴേക്കും വേദന കുറയും. 21 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം സാധാരണ പോലെ ആവുകയും ചെയ്യും. താൻ വിഷമിക്കേണ്ടെന്ന്. ഒന്നുമല്ലെങ്കിലും എല്ലാ കാര്യത്തിനും ആളുണ്ടല്ലോ. അങ്ങനെ സമാധാനിക്കാം. പറയുന്നവർക്ക് എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. വേദനയിൽ പങ്കുചേരാൻ ആരുമില്ലല്ലോ. സമയമാകുമ്പോൾ പങ്കുചേരാൻ ആൾ വരും. ഇപ്പോൾ അകലെ നിന്ന് പങ്കുചേരാനല്ലേ കഴിയൂ. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. വെറുതെ അപ്പച്ചൻ ചേട്ടനെയും ചേട്ടത്തിയെയും കൂടുതൽ വിഷമിപ്പിക്കരുത്. മരുന്ന് വാങ്ങാൻ പോയ അപ്പച്ചൻ ചേട്ടൻ വന്നാലുടനെ ഞാൻ പോകും കേട്ടോ. ഇവിടെ നിന്നും അടുത്തായിരിക്കും. അതുകൊണ്ടല്ലേ പോകാൻ തിരക്ക്. വീട്ടിൽ സമയത്തെത്തിയില്ലെങ്കിൽ അമ്മ പേടിക്കും. അത് നിനക്കറിയാത്തതാണോ? അതുമൊരു പ്രശ്നമല്ലേ? ഞാൻ തന്നെ അതും നോക്കണമല്ലോ. ജിമ്മി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സാറാമ്മയും ഡോമിനിയും ബേബിയും കൂടി എത്തി. മകളുടെ കിടപ്പ് കണ്ടപ്പോഴേ സാറാമ്മ കരയാൻ തുടങ്ങി. ഇതെന്താ സാറാമ്മ ചേട്ടത്തി, ഇങ്ങനെയാണോ രോഗിയെ കാണാൻ വരുന്നേ? അവരുടെ അടുത്ത് നിന്ന് ഒരു കാരണവശാലും കരയാൻ പാടില്ല. കരച്ചിൽ വന്നു പോയതാണ് സാർ, എന്തു ചെയ്യാം, നിയന്ത്രിക്കാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ അറിയാതെ ദണ്ണം വന്നുപോയി. അപകടം നടന്ന സ്ഥലം കണ്ടാൽ നമ്മൾ ആരും ഞെട്ടിപ്പോകും. 2 വാഹനങ്ങളുടെയും മുൻഭാഗം ഏതാണ്ട് മുഴുവനും തന്നെ തകർന്നു. അത് കണ്ട ഞാൻ ദൈവത്തെ വിളിച്ചുപോയി. ഇതിനേക്കാൾ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായി കാണണമെന്നേ തോന്നുകയുള്ളൂ. ഞാൻ വന്ന വഴിക്ക് സ്ഥലം കണ്ടിരുന്നു. ഇത്രയും സംഭവിച്ചുള്ളുവല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. വെറും 3 ആഴ്ച കൊണ്ട് സിൽവി പഴയ പോലെ തുള്ളിച്ചാടി നടക്കും. പിന്നെ നമ്മൾ എന്തിനു കരയണം? ഞാനിനി കരയുന്നില്ല, പോരെ. തുള്ളിച്ചാടി നടന്ന കുഞ്ഞ് കാലും കൈയും ഒടിഞ്ഞ പടി കിടക്കുന്നത് കണ്ടാൽ പെറ്റ തള്ളയ്ക്ക് സഹിക്കാൻ പറ്റുമോ സാറേ? അത് ശരിയാണല്ലോ എന്ന് ജിമ്മിക്ക് തോന്നി. അല്ലെങ്കിലും സങ്കടം സഹിച്ചു നിൽക്കാൻ ആണുങ്ങളോളം കഴിവ് പെണ്ണുങ്ങൾക്കില്ലല്ലോ. അവരുടെ സങ്കടം അവർ കരഞ്ഞു തീർക്കും. പുരുഷന്മാർ കരയാതെ പിടിച്ചു നിൽക്കും. എന്നിട്ട് രോഗങ്ങൾ വരുത്തുകയും ചെയ്യും. എന്നാൽ പിന്നെ അകത്തോട്ട് ചെല്ല്, ശിഷ്യ നോക്കുന്നുണ്ട്. ഇനി 2 പേരും കൂടിയുള്ള കരച്ചിലിന് ഞാൻ സാക്ഷിയാകുന്നില്ല. അതും പറഞ്ഞ് ജിമ്മി പുറത്തേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ വെച്ചാണ് കയറി വരുന്ന ഡോമിനിയെ കണ്ടത്. അയാളോടും 1-2 വാക്ക് പറഞ്ഞു. സമയം കുറേ വൈകി. അമ്മച്ചി ഭയപ്പെടും. വൈകുമെന്ന വിവരം വിളിച്ചു പറഞ്ഞിട്ടുമില്ല എന്നുകൂടി പറഞ്ഞിട്ട് ജിമ്മി പുല്ലരിക്ക് തിരിച്ചു പോന്നു. അമ്മച്ചിയെ കണ്ടപ്പോഴും സിൽവി ഒരേ കരച്ചിൽ തന്നെ ആയിരുന്നു. അവളുടെ സംശയവും പറഞ്ഞു. എനിക്കിനി എന്നെങ്കിലും നടക്കാൻ കഴിയുമോ എൻ്റെ അമ്മച്ചി? എന്നാലും ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടിയതല്ലല്ലോ. കരയില്ല എന്നൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാലും സിൽവിയുടെ കരച്ചിൽ കണ്ടപ്പോൾ സാറാമ്മയ്ക്ക് സഹിച്ചില്ല. 2 പേരും കൂടി ഒരുമിച്ച് കരഞ്ഞു. അതിനുശേഷം അവളെ സമാധാനിപ്പിച്ചു. വരാനുള്ളത് വന്നല്ലേ പറ്റൂ മോളെ. നിനക്ക് നടക്കാനൊക്കെ പറ്റും. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട.
ഇതിനേക്കാളും വലിയ പരുക്കല്ലായിരുന്നോ ചാച്ചന് പറ്റിയത്? എന്നിട്ടിപ്പോൾ സുഖമായി നടക്കുന്നില്ലേ? അത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനമായി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പറിക്കുമ്പോഴുള്ള വേദന സഹിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇനി എത്ര ദിവസം ഇത് സഹിക്കേണ്ടി വരുമോ ആവൂ. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സിൽവിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അന്ന് തന്നെ ജാസ്മിനെയും ഡിസ്ചാർജ് ചെയ്തിരുന്നു. ജിനിയെ ചികിത്സ നൽകി വിടുകയാണ് ചെയ്തത്. അപ്പച്ചൻ ചേട്ടൻ ഒരു കാറ് വിളിച്ച് അവരെയും കൊണ്ട് പുല്ലരിയിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം അപ്പച്ചൻ സിൽവിയെ അന്ന് എടുത്താണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഒരാഴ്ചയൊന്നും ഇതുവരെ അവൾ വീട്ടിൽ നിന്നും മാറി നിന്നിട്ടില്ലായിരുന്നു. എന്തായാലും വീട്ടിൽ തൻ്റെ മുറിയിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവുമാണ് സിൽവിക്ക് തോന്നിയത്. അവളുടെ കണ്ണുകൾ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് എന്തിനോ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അതെന്തിനായിരിക്കും? വണ്ടി വന്നത് കണ്ട ഉടനെ തന്നെ അന്നമ്മ ചേട്ടത്തി വീട്ടിൽ നിന്നും ഇറങ്ങി പടവിൽ വീട്ടിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. അപകട വിവരം അറിഞ്ഞതു മുതൽ ആകെ വിഷമത്തിലായിരുന്നു അവർ. അന്ന് വൈകിട്ട് ജിമ്മി വന്ന് വിവരം പറഞ്ഞാലും അവർക്ക് തൃപ്തിയായില്ല. കാരണം അവൻ ഏത് കാര്യവും ലഘുവായി കാണുന്ന സ്വഭാവക്കാരനാണ്. എൻ്റെ കൊച്ചിനെന്തു പറ്റിയെന്ന് ശരിക്കറിയണമെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് കാണണം. അതാണ് ഒരമ്മയുടെ നിലപാട്. അതെങ്ങനെ മകന് മനസ്സിലാകും? അന്നമ്മ ചേട്ടത്തി ചെല്ലുമ്പോഴേക്കും സിൽവിയെ കൊണ്ട് കിടത്തിയിട്ട് എന്തോ കാര്യത്തിന് അപ്പച്ചൻ ചേട്ടൻ സിറ്റിയിലേക്ക് പോയിരുന്നു. സിൽവിയുടെ അടുത്തായി തന്നെ സാറാമ്മയും ബേബിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോമിനി ആശുപത്രിയിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് പോയി. വളരെ അത്യാവശ്യമായ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അന്നമ്മ ചേട്ടത്തിയെ കണ്ടപ്പോഴേ സിൽവിക്ക് പിന്നെയും കരച്ചിൽ വന്നു. കാരണം എന്താണെന്ന് അവൾക്കറിയില്ല. ഏതായാലും അവളുടെ കൺകോണുകളിൽ നീർക്കണങ്ങൾ പൊടിഞ്ഞു താഴേക്ക് വീഴാൻ തുടങ്ങി. അയ്യോ, ആകെ ഇത്രയും വന്നതിനാണോ ഈ കരയുന്നേ? മോശം മോശം. ഈ കൊച്ചിന് കുറെ കൂടി ധൈര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും ചേട്ടത്തി, ആദ്യമായിട്ടാണ് എനിക്കൊരു അപകടം പറ്റുന്നത്. ഞാൻ വിചാരിച്ചു തീർന്നുപോയി എന്ന്. ഇനി ആരെയും കാണാൻ പറ്റില്ല എന്നങ്ങ് വിചാരിച്ചു പോയി. സർവശക്തൻ ഓരോരുത്തർക്കും ഓരോ വിധി തീരുമാനിച്ചു വച്ചിട്ടുണ്ട് മോളെ. അവരുടെ കടമകളെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ അവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റൂ. ഈ വയസ്സായ ഞാനിരിക്കുന്നത് കാണുന്നില്ലേ? ആരാ പറഞ്ഞത് ചേട്ടത്തിക്ക് അത്ര വയസ്സായെന്ന്? എല്ലാ പണിയും എടുക്കാൻ കഴിയുന്ന ആൾക്കാണോ വയസ്സായത്? ആരാ അങ്ങനെ പറഞ്ഞത്? വിറകിലുറുമ്പ് പോലെ നടക്കാൻ കഴിയുന്ന ഈ അമ്മച്ചിയോട് വയസ്സായി എന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ അവർക്ക് ശരിക്കും കാഴ്ചക്കുറവുണ്ടാകും. വയസ്സ് എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. കൂടെയുള്ള ആൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് തനിയേ വയസ്സായി തുടങ്ങും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നും ഉദ്ദേശിക്കണ്ട. കുറേ കാലം കൂടെ ഞങ്ങൾക്ക് കാണുകയെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം. ഇപ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും വേദനയില്ലെന്ന് മനസ്സിലായി. ഉണ്ടായിരുന്നെങ്കിൽ ഈ തത്വശാസ്ത്രങ്ങളൊന്നും പറയാൻ തോന്നുകയില്ലായിരുന്നു. കുറേശ്ശെ വേദനയും കുത്തിപ്പറിക്കലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും അസ്വസ്ഥതയാണ്. എങ്കിലും ഇഷ്ടപ്പെട്ട ആളെ കണ്ടപ്പോൾ സാധാരണ പോലെ സംസാരിച്ചു പോയതാ. അപ്പോഴേക്കും സാറാമ്മ ചേട്ടത്തി കാപ്പിയുമായി വന്നു. ചേട്ടത്തി വരുന്നത് ഞാൻ കണ്ടു, ഒരു മിന്നായം പോലെ. പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ബേബിയോട് ചോദിച്ചപ്പോൾ അവൻ തല കൊണ്ട് ആംഗ്യം കാണിച്ചു.
ഇങ്ങോട്ട് പോന്നു എന്ന്. ഞാൻ ഇങ്ങോട്ട് കയറി പോരുന്നത് ആ കൊച്ചു കണ്ടായിരുന്നു. അതാ അവൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ രണ്ടുപേരുടെയും വർത്തമാനം കേട്ടു. വർത്തമാനം പറഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതാണ് കാപ്പി എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. കുറേ സമയം കൂടി സിൽവിയുടെ അടുത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് ചേടത്തി ക്വാർട്ടേഴ്സിലേക്ക് പോയത്. അത്രയും സമയം സിൽവിക്കും വലിയ സന്തോഷമായിരുന്നു. ഇഷ്ടംപോലെ സംസാരിക്കാറുള്ള ചേടത്തി പോയി കഴിഞ്ഞപ്പോൾ അല്പസമയത്തേക്ക് ഒരു മൂകത പോലെയായി ആ വീട്ടിൽ. അപ്പച്ചൻ ചേട്ടൻ വന്നത് ഉച്ചയ്ക്കാണ്. കുറച്ച് ദിവസങ്ങളായി തുറക്കാതെ ഇരുന്ന കട ഇന്ന് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം തുറന്നു. കുറേ ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ വന്നിരുന്നു. അതുപോലെ തന്നെ ഒരു ലോഡ് റബ്ബർ കയറ്റി വിടാനുമുണ്ടായിരുന്നു. കുറേ പുൽത്തൈലം എടുത്തു വെച്ചത് ഇപ്പോൾ വിൽക്കാൻ നല്ല സമയമാണ് എന്ന് തോന്നിയിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്ന അന്ന് വില പരമാവധിയായിരുന്നു. കുറയാതിരുന്നാൽ നന്നായിരുന്നു. കുറഞ്ഞാലും നഷ്ടം വരാതിരിക്കാൻ വേണ്ടത് അപ്പച്ചൻ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ കൊച്ചിയിലേക്ക് വിളിച്ച് കച്ചവടമാക്കിയതാണ്. ആ സാധനം കൊണ്ടുപോകാൻ ഇന്ന് മൊത്ത വ്യാപാര കടയിൽ നിന്നും ആളുകൾ വന്നിരുന്നു. കട തുറന്ന് അതും എടുത്തു കൊടുക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളും ഏകദേശം ഒന്ന് തീർത്തു. 2 മണിക്ക് മുമ്പായി തിടുക്കത്തിൽ വീട്ടിലേക്ക് നടന്നെത്തി. കുട്ടികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷവും സാറാമ്മ അപ്പച്ചനെ കാത്തിരിക്കുകയായിരുന്നു. സിൽവിക്ക് എഴുന്നേറ്റ് വന്ന് ഒന്നിച്ചിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പച്ചൻ ചേട്ടൻ സിൽവിയുടെ അടുത്ത് തന്നെ പോയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു. വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന വഴി അപ്പച്ചൻ ചേട്ടൻ്റെ കട തുറന്ന് കണ്ടതുകൊണ്ട് അവിടെ കയറി. അപ്പോഴാണ് സിൽവി ആശുപത്രിയിൽ നിന്ന് വന്ന വിവരം ജിമ്മി അറിഞ്ഞത്. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാൻ കഴിഞ്ഞിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ വിവരം അറിയാമായിരുന്നു. കാരണം അന്നമ്മച്ചേടത്തി വന്ന് കണ്ടതാണല്ലോ. നന്നായി വെയിലുകൊണ്ട് വിയർത്ത് ക്ഷീണിച്ചു വന്നതുകൊണ്ട് നേരെ പടവിൽ വീട്ടിലേക്ക് പോകാതെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അമ്മ പോയില്ലെങ്കിൽ അമ്മയെ കൂടി കൂട്ടി അല്പം കഴിയുമ്പോൾ തന്നെ പോയി സിൽവിയെ കാണാൻ തീരുമാനിച്ചു. വീട്ടിൽ ചെന്നപ്പോഴേ അന്നമ്മ ചേടത്തി വിവരം പറഞ്ഞു. പോയി കണ്ട കാര്യവും എല്ലാം. പോകാത്തതിന് അല്പം പരിഭവവും പറഞ്ഞു. അപ്പോൾ ജിമ്മി പറഞ്ഞു, ഞാൻ വല്ലാതെ വിയർത്തതുകൊണ്ട് കുളിക്കാതെ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കുളിച്ചിട്ട് കാപ്പിയും കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇന്ന് തന്നെ പോയി ആ കൊച്ചിനെ കാണണം, അത്രയേ ഉള്ളൂ. പിന്നെ തീർച്ചയായും പോയി കാണും. അന്ന് ആശുപത്രിയിൽ പോയി കണ്ടതിൽ പിന്നെ അങ്ങോട്ട് പോകാൻ നേരം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോഴെങ്കിലും പോയി കാണണ്ടേ. ജിമ്മി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അന്നമ്മ ചേടത്തി കാപ്പി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 പേരും കൂടി കാപ്പി കുടിച്ചു. അതിനുശേഷം ജിമ്മി പടവിൽ വീട്ടിലേക്ക് നടന്നു. ഇന്ന് ചെല്ലുമ്പോഴും ജിമ്മിയെ കാണുമ്പോഴേ സിൽവി കരയുമോ? 2-3 ദിവസമായി വേദന അനുഭവിക്കുന്നത് കൊണ്ട് അതിനോട് പൊരുത്തപ്പെട്ട് കാണും. എന്നാലും സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ സങ്കടം വരും. അത് സാധാരണമല്ലേ? കഥയിൽ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉത്തരം പറയണേ കമൻറ്റിൽ. ഏത്? ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കൂടി എഴുതണേ. അടുത്ത ഭാഗം മറ്റന്നാൾ ഇതേ സമയം. അതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.